ഇതുവരെ നമ്മൾ എടുത്തതിൽ നമുക്ക് കടന്നുപോയിട്ടുള്ള ന്യൂനതകൾ പറഞ്ഞിരുന്നു. അത് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ 3 തരത്തിലാണ്. ഒന്നാമത്തത് അറുക്കാൻ പാടില്ല, അത് അങ്ങനെ അറുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെയുള്ള ന്യൂനതകൾ. രണ്ടാമത്തത് അങ്ങനെ കറാഹത്തായിട്ടുള്ളതാണ്, അത് ശരിയാവും പക്ഷെ കറാഹത്താണ്. മൂന്നാമത്തത് കറാഹത്തോ അല്ല ഹറാമോ അല്ല, അങ്ങനെയുള്ള പോരായ്മകൾ, ന്യൂനതകൾ. അത് ഇതുവരെ കടന്നുപോയിട്ടുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോട്ട് ചെയ്തിട്ടുള്ളവർ നോക്കുക. ശരിയാവില്ല എന്ന് വന്നിട്ടുള്ളതാണ് ഒന്ന് ഒറ്റ കണ്ണുള്ളത്. ഫസ്റ്റ് ഹദീസുൽ ബറാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിട്ടുള്ള 4 ന്യൂനതകൾ. ഒന്നാമത്തത് ഒറ്റക്കണ്ണ് അൽ ഔറ, രണ്ടാമത്തത് അൽ അർജ അതായത് മുടന്തുള്ള, മൂന്നാമത്തത് അൽ മരീദ അൽ ബയ്യിനു മറദുഹ ഇത് രോഗിയാണ്, അത് വ്യക്തമായിട്ടുള്ള രോഗമുള്ളത്. നാലാമത്തത് അൽ മഹ്സൂല ഇത് ശോഷിച്ചതായിട്ടുള്ള മെലിഞ്ഞതായിട്ടുള്ള മൃഗം. നമ്മൾ പറഞ്ഞു ഈ 4 കാര്യങ്ങളിലേക്കാണ് എല്ലാം മടങ്ങുന്നത്. ഈ 4 കാര്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും അത് ശരിയാവാത്ത ന്യൂനതയായിട്ട് മാറുന്നത്. അപ്പോ ഒറ്റ കണ്ണുള്ളത് ശരിയാവില്ല എന്നുണ്ടെങ്കിൽ അപ്പോ എന്ത് അമ്യ അല്ല, അമ്യ എന്ന് പറഞ്ഞാൽ 2 കണ്ണില്ലാത്തത് എന്ത് ചെയ്തു, അതിൽ ശരിയാവില്ല എന്നുള്ളത് ഏറ്റവും ആദ്യം കടന്നു കഴിഞ്ഞു. അതുപോലെ മുടന്ത് ഉള്ളതാണെന്നുണ്ടെങ്കിൽ മക്തുഅത്തുർ റിജിൽ പിന്നെ എന്തായിട്ട് മാറി, മക്തുഅത്തുർ റിജിൽ അല്ലെങ്കിൽ റിജിലേ ഇല്ല, അതായത് കാലേ ഇല്ല അല്ലെങ്കിൽ കാല് മുറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്തു, ഉൾപ്പെട്ടു. അപ്പൊ എത്രയായി, 6. പിന്നെ വന്നിട്ടുള്ളതാണ് അസൗല. അസൗല എന്തായിരുന്നു, ഭ്രാന്തുള്ള മൃഗം. ഭ്രാന്തുള്ള മൃഗം നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ത് ഉപാധി വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ആ ഭ്രാന്ത് അതിനെ മേയിൽ നിന്നും തടയും, മേയുന്നതിൽ നിന്നും തടയും എന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും, വ്യക്തമായിട്ടുള്ള രോഗമായിട്ട് മാറും. കാരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡം എന്താണ്, ഈ ന്യൂനതകൾ ഇറച്ചിയിൽ കുറവ് വരുത്തുന്ന ന്യൂനതകളാണ്. അപ്പോ ഈ ഭ്രാന്തുള്ള മൃഗം അത് ശരിയായ രീതിയിൽ മേയ്ക്കുന്നതിൽ നിന്നും തടസ്സമാക്കുന്ന രീതിയിലുള്ള ഭ്രാന്താണ് അതിനുള്ളത് എന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും, ശോഷിച്ചതായിട്ടുള്ള മൃഗമായിട്ട് മാറും. പിന്നെ അത് അതുകൊണ്ട് അറുത്തു കഴിഞ്ഞാൽ ശരിയാവാത്ത രീതിയിലായിട്ട് മാറും. പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് അൽ ഹജ്മ. 9ാമത്തേത് അൽ ഹജ്മ. ഹജ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലില്ലാത്തത്, അത് അറുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം അത് അതിന്റെ ഇറച്ചിയിൽ പോരായ്മ ഉണ്ടാക്കും, കുറവ് വരുത്തും. പിന്നെ 10ാമത്തേത് മക്തുഅത്തുൽ അലിയ, അത് പിൻഭാഗം മുറിയപ്പെട്ടിട്ടുള്ളത്. പിൻഭാഗം മുറിയപ്പെട്ടിട്ടുള്ളത് അറുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള അഭിപ്രായം. 11ാമത്തേത് അൽ മബ്സൂസ അൽ മബ്ശൂഷ. മബ്ശൂഷ എന്ന് പറഞ്ഞാൽ എന്തായാലും വയറിൽ ഗ്യാസ് നിറഞ്ഞിട്ടുള്ള മൃഗം. അത് എപ്പോ മാത്രം ശരിയാവുള്ളൂ, കാഷ്ടിച്ചു കഴിഞ്ഞാൽ മാത്രം. അപ്പൊ കാഷ്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മബ്ശൂഷ ആയിട്ടുള്ള വയറിൽ ഗ്യാസ് നിറഞ്ഞിട്ടുള്ള മൃഗം കൊണ്ട് അറുത്തു കഴിഞ്ഞാൽ ഉദ്ഹിയത്ത് ശരിയാവില്ല. 12ാമത്തേത് അൽ മജ്ബൂബ. അൽ മജ്ബൂബ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഗുഹ്യാവയവം മുറിയപ്പെട്ടിട്ടുള്ളത്. ഗുഹ്യാവയവം മുറിയപ്പെട്ടുള്ളതിനാണ് എന്ത് പറയാ, അൽ മജ്ബൂബ എന്ന് പറയാം. അത് അറുത്തു കഴിഞ്ഞാലും ശരിയാവില്ല, അത് വ്യക്തമായിട്ടുള്ള ഒരു രോഗമാണ്. പിന്നെ 13ാമത്തേത് അൽ മുഗ്മ അലൈഹ, അതായത് ബോധം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മൃഗം. ബോധം നഷ്ടപോയിട്ടുള്ള മൃഗം കൊണ്ട് അറുത്തു കഴിഞ്ഞാൽ എന്താവില്ല, ശരിയാവില്ല, അത് വ്യക്തമായിട്ടുള്ള രോഗമാണ്. 14ാമത്തേത് അൽ ജല്ലാല. 14ാമത്തേത് അൽ ജല്ലാല. ജല്ലാലന്റെ പ്രത്യേകത എന്താണ് ജല്ലാല, വേസ്റ്റ് കഴിക്കുന്ന മൃഗങ്ങള്. വേസ്റ്റ് കഴിക്കുന്നത്, പക്ഷെ അവിടെ ഉപാധി ഉണ്ട്, എന്ത്, അതിന്റെ ഇറച്ചി ശരിയാവുന്നത് വരെ. അതിനെ പിടിച്ചു വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇത്ര കാലയളവ് പിടിച്ചു വെച്ചിട്ട് ഇറച്ചി റെഡി ആയി കഴിഞ്ഞാൽ അറുക്കാം, പക്ഷെ അതുവരെ എന്ത് ചെയ്യാൻ പാടില്ല, ആർക്കാൻ പാടില്ല. ഇത്രയാണ് അല്ലെ കടന്നുപോയതിൽ 14 ന്യൂനതകൾ. ഈ ന്യൂനതകളൊന്നും ഉള്ളത് അറുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ അടുത്തത് മക്രൂഹായിട്ടുള്ളത് വന്നിട്ടുള്ളത്, അതായത് അറുത്തു കഴിഞ്ഞാൽ ശരിയാവും പക്ഷെ അത് മക്രൂഹാണ്. അലി റളിയല്ലാഹുവിന്റെ അസറിലൊക്കെ വന്നിട്ടുള്ളത് പോലെയുള്ള ന്യൂനതകൾ. അതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് അൽ അദ്ബ. അദ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, കൊമ്പിലോ ചെവിയിലോ പ്രശ്നമുള്ളത്, അതായത് കൊമ്പ് പൊട്ടിയിട്ടുള്ളതായിട്ടുള്ള മൃഗം. രണ്ടാമത്തേത് അൽ മുഖാബല. അൽ മുഖാബല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ചെവി മുറിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മുൻഭാഗത്ത് മുറിഞ്ഞിട്ട് മുന്നിലേക്ക് തൂങ്ങി നിൽക്കുന്നത്, അതിനാൽ അൽ മുഖാബല എന്ന് പറയാം. ഇത് അലി റളിയല്ലാഹുവിന്റെ അസറിൽ വന്നിട്ടുള്ളതാണിത്. നാലാമത്തേത് അൽ മുദാബറ. മുദാബറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിലാണ് മുറിവ് സംഭവിച്ചിട്ടുള്ളത്, എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പിന്നിലേക്ക് തൂങ്ങിയിരിക്കുന്നുണ്ടാവും, മുറിഞ്ഞിട്ട് പിന്നിലേക്ക് തൂങ്ങിയിരിക്കുന്നത്, അതിനാണ് എന്താ പറയാ, അൽ മുദാബറ എന്ന് പറയുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മൾ പഠിച്ചത് ശരിക്കും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാണ് ഇവിടെ. അഞ്ചാമത്തേത് അൽ ഖർഖ. അൽ ഖർഖ എന്ന് പറഞ്ഞാൽ ചെവിയില് തുളയുള്ളത്, ചെവിയില് ഹോൾസ് ഉണ്ട്, അതെന്താണ് അറുത്തു കഴിഞ്ഞാൽ അത് മക്രൂഹാണ്. അലി റളിയല്ലാഹുവിന്റെ അസറിൽ വന്നിട്ടുള്ളതാണത്. ഏഴാമത്തേത് അശ്ശർഖ. ഷർഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെവി എന്ത് ചെയ്തിട്ടുണ്ട്, മുറിയപ്പെട്ടിട്ടുണ്ട്, നീളത്തിൽ ചെവി മുറിയപ്പെട്ടതിനാണ് എന്താ പറയാ, അശ്ശർഖ എന്ന് പറയാം. ഏഴാമത്തേത് അസ്സമ്മ. അതുപോലെ തന്നെ എട്ടാമത്തേത് അൽ ബക്മ, അതായത് സംസാരിക്കാൻ പറ്റാത്തതും ചെവി കേൾക്കാത്തതായിട്ടുള്ളത്.
ഇതൊക്കെ നമുക്ക് ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ വന്നിട്ടുള്ളതാണ് എന്തും അൽ ബഹ്റ. ബഹ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വായെന്നും ചീത്ത സ്മെല്ല് വരുന്ന, ദുർഗന്ധം വരുന്ന മൃഗം, വായെന്ന് ദുർഗന്ധം വരുന്ന മൃഗം. ഈ 9 ടൈപ്പ് ന്യൂനതകൾ ഉള്ളതിനെ അറുത്ത് കഴിഞ്ഞാല് അറുത്തത് ശരിയാവും, പക്ഷെ അത് മക്രൂഹാണ്. ഇതാണ് ഇതുവരെ നമ്മൾ കടന്നുപോയതിൽ നിന്നും നമുക്ക് കിട്ടേണ്ടത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയതൊക്കെ എന്താണ് അറുത്ത് കഴിഞ്ഞാൽ ശരിയാവും, അത് കറാഹത്തും അല്ല അതുപോലെ തന്നെ ഹറാമോ അല്ല എന്ന് പറഞ്ഞിട്ടുള്ള 3ാമത്തെ ലിസ്റ്റാണ്. അതിൽ ഫസ്റ്റത്തതാണ് അൽ ജമ്മ. അൽ ജമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാൽ കൊമ്പില്ലാത്തത്. ജന്മനാൽ കൊമ്പില്ലാത്ത മൃഗമാണെന്നുണ്ടെങ്കിൽ അറുത്ത് കഴിഞ്ഞാൽ എന്താവും ശരിയാവും, അതിൽ കറാഹത്തുമില്ല, അതിൽ തഹ്രീം ഹറാമുമില്ല. 2ാമത്തേത് അസ്സംഅ. സംഅ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ചെറിയ ചെവിയുള്ളത്. ചെറിയ ചെവിയുള്ള മൃഗമാണെന്നുണ്ടെങ്കിൽ അറുത്ത് കഴിഞ്ഞാൽ ശരിയാവും, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ 3ാമത്തേത് അസ്സക്ക. സക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാൽ എന്തില്ല, ചെവിയില്ല. ഫസ്റ്റത്തേത് ജന്മനാൽ കൊമ്പില്ല, ഏത് അൽ ജമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അസ്സക്ക എന്ന് പറഞ്ഞാൽ ജന്മനാൽ ചെവിയില്ല, അതെന്താണ് ശരിക്കും പ്രശ്നമില്ലാത്ത കാര്യമാണ്. 4ാമത്തേത് അൽ മറദുൽ ഖഫീഫ്, അതായത് ചെറിയ രീതിയിലുള്ള ലഘുവായിട്ടുള്ള രോഗം. ചെറിയൊരു രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അവിടെ പ്രശ്നം ഉണ്ടാവുന്നില്ല. പ്രശ്നം എപ്പോഴാണ് ഉണ്ടാവുന്നത്, വ്യക്തമായിട്ടുള്ള രോഗം ഉണ്ടാവുന്ന സമയത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തും വരും, അൽ അറജുൽ ഖഫീഫ് 5ാമത്തേത് വരും. അൽ അറജുൽ ഖഫീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടന്തുണ്ട്, പക്ഷെ ചെറിയ രീതിയിലുള്ള മുടന്താണ്. നമ്മൾ പറഞ്ഞു അതെന്താണ്, അതിന് മേയുന്നതൊന്നും ഒരു തടസ്സം ഉണ്ടാക്കില്ല. അതിന്റെ കൂടെയുള്ള ആടുകളും അല്ലെങ്കിൽ പശുക്കളൊക്കെ മേയുന്നത് പോലെ തന്നെ ഇത് മേയും. ചെറിയ രീതിയിൽ മുടന്തുള്ളുന്നുണ്ടെങ്കിൽ പ്രശ്നം വരുന്നില്ല. 6ാമത്തേത് അസ്സൗല ഇദാലം യംനഹ മിനൽ ഇഖ്തിലാഫ്. നമ്മൾ പറഞ്ഞിരുന്നു ഭ്രാന്തുള്ള മൃഗം. ആ ഭ്രാന്തുള്ള മൃഗം നമ്മൾ പറഞ്ഞു ഭ്രാന്ത് അതിനെ മേയുന്നതിൽ നിന്നും തടസ്സം ഉണ്ടാക്കുമെങ്കിൽ അർത്ഥം ശരിയാവില്ല, അത് വ്യക്തമായിട്ടുള്ള രോഗമായി. അല്ലെങ്കിലോ ശരിയാവും. അപ്പൊ പിന്നെന്താണ്, അത് ഇവിടെ ഈ ലിസ്റ്റിൽ വരും. 7ാമത്തേത് അൽ ഹാമിൽ. ഹാമിൽ എന്താണ്, ഗർഭിണിയായിട്ടുള്ളത്. ഗർഭിണിയായിട്ടുള്ളതിന് എന്ത് ചെയ്യാം, അറക്കാം, അതിനൊരു പ്രശ്നമില്ല. അതിനെ കുട്ടീനെ അറക്കണോ, ജീവനോടെ പുറത്തു വരാണെന്നുണ്ടെങ്കിൽ, അത് ജീവനോടെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അറക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, അറക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ജീവിച്ച് പുറത്തു വന്നപ്പോ ജീവിച്ച് പിന്നെ ചത്തുപോയിട്ടുണ്ടെങ്കിലോ എങ്കിലും അറക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ ചില പണ്ഡിതന്മാര് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, വേണമെങ്കിൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, അതിനെ പോറ്റി വളർത്താമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഷെയ്ഖ് യൂസുഫ് ദർസിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചില പണ്ഡിതന്മാർക്ക് അത് എന്ത് ചെയ്യണം, ഉദഹിയത്ത് തന്നെ ആക്കണം, അതിനെ അറക്കണം എന്ന് തന്നെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. 8ാമത്തേത് ബറക്കല്ലാഹു ഫീക്കും അൽ മക്വിയ്യ, അതായത് കരിക്കൽ ചികിത്സ ചെയ്യപ്പെട്ടിട്ടുള്ള മൃഗം. അതിനെ അറുത്ത് കഴിഞ്ഞാൽ എന്താണ് ശരിയാവും, അതിന്റെ പിന്നിൽ കറാഹത്തില്ല, അതുപോലെ തന്നെ ഹറാമില്ല. 9ാമത്തേത് ഇദാ ദഹബ ബഅദുൽ അസ്നാൻ, അതായത് ചില പല്ലുകൾ പോയിട്ടുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ പല്ലും പോയിട്ടുള്ളതാണ്. മുഴുവൻ പല്ലും പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അറുത്ത് കഴിഞ്ഞാൽ. പക്ഷെ ഒരു മൃഗത്തിന്റെ കുറച്ച് പല്ല് പോയിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിയാവും. അപ്പൊ ഏതും ഉൾപ്പെടും. അതുപോലെ തന്നെ മുകളിലെ പല്ലുകൾ മാത്രമില്ല. 10ാമത്തേത് അപ്പൊ എന്താണ്, ലൈസലഹ അസ്നാനുൻ ഫി അലാഹ, അതായത് മുകളിലെ ഭാഗത്തുള്ള പല്ലുകളില്ല. അങ്ങനെയാണെന്നെങ്കിൽ അത് ശരിയാവും. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നുണ്ട്, ഇത്തിഫാഖാണ് ആ വിഷയത്തിൽ, ഒരഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ 11ാമത്തേത് അൽ മഖ്ലൂഖ ബില അലിയ, ഇത് പിൻഭാഗം ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ളത് അറുത്ത് കഴിഞ്ഞാൽ ശരിയാവും. 12ാമത്തേത് അൽ ഹദ്ദ. അൽ ഹദ്ദ എന്തായിരുന്നു, അകിട് ഉണങ്ങിപ്പോയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു അകിട് ഉണങ്ങിപ്പോയിട്ടുള്ളത് രോഗമൊന്നുമല്ല, സാധാരണ അവസ്ഥയിലാണ്. അതിന്റെ ഇറച്ചിയിലൊന്നും ഒരു പോരായ്മ വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പം വരുന്നില്ല. പിന്നെ 13ാമത്തേത് അൽ മബ്ശൂഷ ഇദാ ഖറജത്തിർ റീഹ്. അൽ മബ്ശൂഷ എന്തായിരുന്നു, വയറിൽ ഗ്യാസ് നിറഞ്ഞിട്ടുള്ള മൃഗം. നമ്മൾ പറഞ്ഞു അത് കാഷ്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള രോഗമായിട്ട് മാറും, അതുകൊണ്ട് അർത്ഥം ശരിയാവില്ല എന്നാണ്. അപ്പൊ കാഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, അറുത്ത് കഴിഞ്ഞാൽ ശരിയായിട്ട് മാറും. 14ാമത്തേത് അൽ അശ്വ. അൽ അശ്വ എന്തായിരുന്നു, പകൽ സമയത്ത് മാത്രം കാണുന്നത്. അത് പറഞ്ഞു എന്താണ്, അതാണ് മേയ്ക്കുന്ന സമയം. ആ സമയത്ത് കാണുന്നുണ്ട്, രാത്രിയിൽ കാണുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പം വരുന്നില്ല. ആ സമയത്ത് ഇങ്ങനെയുള്ള രാവിലെ മാത്രം കാണുന്ന മൃഗത്തിനെ അറുത്ത് കഴിഞ്ഞാൽ ഉദ്ഹിയത്ത് ശരിയാവും. 15ാമത്തേത് അസ്സായില. അസ്സായില എന്തായിരുന്നു, ചുമയുള്ളത് അറുത്ത് കഴിഞ്ഞാൽ എന്താവും, ശരിയാവും. അത് മാറാരോഗം ആവാത്തിടത്തോളം കാലം. 16ാമത്തേത് അൽ മജ്സൂസ. അൽ മജ്സൂസ എന്തായിരുന്നു, രോമങ്ങൾ എടുക്കപ്പെട്ടിട്ടുള്ളത്. അതിനറുത്ത് കഴിഞ്ഞാൽ ശരിയാവും. കാരണം അതൊന്നും ഇറച്ചിയിൽ പോരായ്മ വരുത്തുന്ന കാര്യമല്ല. കാരണം ഇറച്ചിയിൽ പോരായ്മ വരുത്തുക എന്ന് പറയുന്നതാണ് അവിടെ മാനദണ്ഡം. 17ാമത്തേത് അൽ ഹൗല. അൽ ഹൗല എന്തായിരുന്നു, കോങ്കണ്ണുള്ളത്, ഹവലുള്ള കോങ്കണ്ണുള്ള മൃഗം. നമ്മൾ പറഞ്ഞു ആ കോങ്കണ്ണെന്ന് പറയുന്നത് എന്തല്ല, സാധാരണഗതിയിൽ മേയുന്നതൊന്നും തടസ്സം ഉണ്ടാക്കുന്ന കാര്യമല്ല. പിന്നെ 18ാമത്തതും 19ാമത്തായിട്ടും പറയാൻ പറ്റുന്നത്, 18ാമത്തത് നല്ല ശഹവത്തുള്ള ആൺമൃഗം, കാരണം കൂടുതലായിട്ട് സംയോഗം ചെയ്യുന്ന,
അത് നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ അതിന്റെ കൂടെ വരുന്ന എന്താണ്, ഒരുപാട് പ്രസവിക്കുന്നത്. 19ാമത്തേത് ഒരുപാട് പ്രസവിക്കുന്ന പെൺമൃഗം, അതുകൊണ്ട് അർത്ഥം കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, പ്രശ്നം വരുന്നില്ല. പിന്നെ 19ാമത്തേത് പ്രസവവേദന വന്നിട്ടുള്ള മൃഗം. നമ്മൾ പറഞ്ഞ എന്താണ്, പ്രസവവേദന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗമല്ല. പക്ഷെ അവിടെ പ്രശ്നം എന്താണ്, വേദന വരുന്ന സമയത്ത് അറക്കരുത്. പ്രസവവേദന ഉണ്ട് എന്നുള്ളത് എന്തല്ല, ഒരു രോഗമല്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 19, 20 പോയിന്റായി. 20 പോയിന്റുകൾ, 20 ന്യൂനതകൾ എന്തില്ലാത്ത ന്യൂനതകളാണ്, പ്രശ്നമില്ലാത്ത ന്യൂനതകളാണ്. ഇതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കടന്നുപോയതിലുള്ള ഒരു ചുരുക്കം. അപ്പൊ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ക്ലിയർ ആണ്. ഇതാണ് ശരിക്കും നമ്മളെ ഈ കിതാബിലെ ഏറ്റവും പ്രധാന ഘടകം. പോരായ്മകൾ, ഈ ന്യൂനതകൾ 3 രീതിയിലാണ്. അതിൽ ആദ്യത്തെ പറഞ്ഞിട്ടുള്ളത് വെച്ച് അറുത്ത് കഴിഞ്ഞാൽ അതായത് ഈ ന്യൂനതകൾ ഉള്ളത് വെച്ച് അറുത്ത് കഴിഞ്ഞാൽ അർത്ഥത് ശരിയാവില്ല. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ആ ന്യൂനതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെ അറുക്കുന്നത് കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ്, പക്ഷെ അത് ശരിയാവും. മൂന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് കറാഹത്തും അല്ല ഹറാമും അല്ല, അത് വെറുക്കപ്പെട്ടതോ അല്ല നിഷിദ്ധമാക്കപ്പെട്ടതോ അല്ല. ആ ന്യൂനതകൾ എന്താണ്, ഈ ഉദ്ഹിയത്ത് മൃഗത്തിനെ ബാധിക്കാത്ത ന്യൂനതകളാണ്. വല്ലാഹു അലം.